ശ്യാമയുടെ കാര്യത്തില് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടോ? അന്വേഷണത്തിൽ ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. കായൽക്കരയിൽ വെച്ച് അപകടം എന്തെങ്കിലും സംഭവിച്ചിരിക്കാം. അടിയൊഴുക്കിൽ കായലിലേക്ക് പോയിരിക്കാം എന്നാണ് നിഗമനം. എന്താണെന്നറിയില്ല. വരുണിനെ ഒന്നും അറിയിക്കണ്ട. നമ്മുടെ പ്രശ്നങ്ങൾ കുറച്ച് രൂക്ഷമാണ്. കണിമംഗലം ഗ്രൂപ്പ് തകരാൻ പോകുന്നു എന്നൊരു ചർച്ച സ്റ്റാഫിന്റെ ഇടയിൽ പോലും വന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള ഈ വരിഞ്ഞു മുറുക്കലുകൾ മറികടക്കാൻ പറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാവും. നമ്മുടെ വീടോ വസ്തുക്കളോ പോലും മറിച്ചു വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബാങ്ക് നടപടികൾ ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാവാം. അച്ഛാ, കാര്യങ്ങളെല്ലാം എനിക്ക് ഏകദേശം ബോധ്യപ്പെട്ടു. ഇനി ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് കവർ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാർഗം അച്ഛൻ കാണുന്നുണ്ടോ? നമുക്കിവിടെ 1-2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എന്റെ പ്രതീക്ഷ അവിടുന്ന് ചില സഹായങ്ങൾ കിട്ടുമെന്നാണ്. തൽക്കാലം ഈ അന്വേഷണങ്ങളും രാധികയെ സമാധാനിപ്പിക്കലുമായിട്ട് വരുൺ ഇവിടെ വേണം. നീ എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛൻ പറഞ്ഞാ മതി. എങ്ങനെയെങ്കിലും ഇത് കവർ ചെയ്തല്ലേ പറ്റൂ. സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തെന്നിമാറുമ്പോ മനസ്സിന് നിയന്ത്രണം കിട്ടില്ല. ഞാനിപ്പോ ഏതാണ്ട് ആ അവസ്ഥയിലാ. വീണു പോകുന്നതിന് മുമ്പ് ഒരു പരിശ്രമം കൂടി, അത്രേ അവശേഷിക്കുന്നുള്ളൂ. സൂര്യ, എന്തു വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം.